Scared, huh? Daddy! Afraid, huh? How long can you stay Daddy, Mummy പെണങ്ങിയിരിക്കോ? എന്തിനാണ് മോനെ? ഇന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ പോന്ന് പ്രോമിസ് ചെയ്തിരുന്നില്ലേ? ഓ, ഡാഡി അതങ്ങ് മറന്നുപോയി. ഇതാ, ഇത് മോന്. അതാർക്കോ? ഇത് മമ്മിക്ക്. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ പിണങ്ങിയാലോ? വരാൻ പറ്റിയില്ല. ഇന്നത്തെ കൊണ്ട് കോൺഫറൻസ് കഴിഞ്ഞു. ഇനി ഫ്രീ ആണ്. പിന്നെ 10 മണി വരെയല്ലേ കോൺഫറൻസ്. കൂട്ടുകാരെ കണ്ടാ പിന്നെ എല്ലാം മറക്കും. കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. ആർക്കറിയാം? ഇല്ല മോളെ, കൂട്ടുകാരിയും കാമുകിയും ഭാര്യയും ഒക്കെ നീ തന്നെയാണ്. ഇനി ഒരാഴ്ചയുണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. അതെ അതെ, നാളെ പറയും ടെലിഗ്രാം വന്നു ഉടനെ പുറപ്പെടണമെന്ന്. നോ, ഒരിക്കലുമില്ല. എനിക്ക് എന്ത് വിഷമം തോന്നിയെന്നു. എങ്ങും പോയില്ലെങ്കിൽ വേണ്ട. ഇത്ര അകലെ വന്നിട്ട് എത്ര നേരമായി ഒറ്റയ്ക്കിരിക്കുക. അതിനിടയിൽ ഇവന്റെ ഉപദ്രവവും. സാരമില്ല, നാളെ മുതൽ സിനിമയോ പിക്നിക്കോ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ഡാഡി, നമുക്ക് എല്ലായിടത്തും പോണം. അമ്മ കിടന്നു ഉറയ്ക്കൂ, ഉറയ്ക്കൂ, ഉറയ്ക്കൂ. നിനക്ക് അവൻ നേരത്തെ ഉറക്കാൻ പാടില്ലായിരുന്നു. ഉറക്കില്ല. എടാ സോമ, അപ്പൊ ഇന്നും ഈ പത്രത്തിൽ ഒരു രക്ഷയില്ല. അന്നോ സുവർണ, ഈ കീറിയ പേപ്പർ കൊണ്ട് അപ്പുന്റെ കടയിലോട്ട് ചെന്നാൽ അവിടെ കൊല നടക്കും. കൊല നടന്നാലില്ലെങ്കിലും പോവാതിരിക്കാൻ പറ്റുമോ? രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എങ്ങനെയാടാ? ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ. നീ എവിടെയായിരുന്നു? ഞാൻ കുളിക്കാൻ പോയി. ഈ ഇടയിൽ ഒരുങ്ങിച്ചെന്ന് നടപ്പും പോക്കൊക്കെ ഞാൻ കാണുന്നുണ്ട്. വെളുപ്പാലത്ത് കുളിക്കാനെന്ന് പറഞ്ഞ് നീ പോകുന്നത് എവിടെയാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. കുളക്കടവിൽ വല്ലാത്ത തിരക്കായിരുന്നു. നീ ചെല്ലുമ്പോൾ മാത്രം വല്ലാത്തൊരു തിരക്കുണ്ടാവും. ചേച്ചിക്ക് എല്ലാ കാര്യത്തിനും എന്നെ എപ്പോഴും സംശയ. ദാ നോക്ക്, ഞാൻ പിഴയാ. പിഴച്ചത് നീ കൂടി ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാ. ആ ഓർമ്മ നിനക്കില്ലെങ്കിൽ വെട്ടി തുണ്ടമാക്കി കളയും. നാളെ മുതൽ ഈ വെളുപ്പാൻ നേരത്ത് കുളിക്കാൻ പോകണ്ട. അപ്പോ അമ്മ ആള് മോശമല്ല, ഇവിടെ മുഴുവൻ അടക്കി വരിച്ചോളാം അല്ലേ? എന്നാ നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്തോ വേണം? അല്ല, എന്തോ വേണമെന്ന്? ഒന്നും ഉണ്ടായിട്ടല്ല, അയൽക്കാരാണല്ലോ എന്ന് കരുതി ചോദിച്ചു പോയതാ. ഞാൻ പോവില്ല. എന്താ മോളെ നീ പറയുന്നത്? നീ നാടകത്തിന് പാർട്ടിയുടെ വീട്ടിൽ ബഹളം തുടങ്ങി. അതല്ല, ഞാൻ പോവില്ല. നാടക പാർട്ടിയുടെ വീട്ടില് തട്ടുമുട്ടും ഒരു രസമാണേ. മോൾ ഒന്നുകൂടി ആലോചിക്കേ. നാടകത്തിന് വേണ്ടിയല്ല അച്ഛാൽ വിളിക്കുന്നത്. ഇങ്ങനെ നിർബന്ധം പിടിച്ചാൽ നമ്മൾ എങ്ങനെ കഴിയും? ഇതിനേക്കാൾ ഞാനത് പിച്ചെടുക്കുന്നതാണ്. നാടകകാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടേബിളിച്ചുകളെന്നാണോ നിന്റെയൊക്കെ ധാരണ? കുറെയൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം മോളെ. ഈ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ കൊടിയും പിടിച്ച് അനീതിക്കെതിരെ നിറതോക്കിന്റെ മുന്നിലേക്ക് ചാടിവിള എന്റെ അച്ഛനാണ് പറയുന്നത്. വിപ്ലവകാരിയായ അച്ഛൻ മരിച്ചുപോയി. നീതിയെയും സത്യത്തെയും രക്ഷിക്കാൻ ഇവിടെ ദൈവത്തിന് പോലും കഴിയില്ല മോളെ. ഈ നാടക കമ്പനിക്കാരൻ ആരാണെന്ന് അച്ഛൻ അറിയാമോ? പണ്ട് നമ്മുടെ സർപ്പക്കാട്ടിൽ ഒളിച്ചിരുന്ന സഖാവിനെ പാർട്ടിയുടെ തീരുമാനമെത്തിക്കാൻ അച്ഛൻ തന്നെ എഴുത്തുമായി ഞാൻ പോകുമ്പോൾ എനിക്ക് കൂട്ടിന് വന്നില്ലേ, അയാളാണ്. എന്റെ സ്നേഹിതന്റെ മകൻ, അച്ഛാ, MLA അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ വിശ്വസിച്ച പാർട്ടി സെക്രട്ടറിയുടെ മകന് എന്റെ മകളെ തന്നെ പിച്ചു ചീന്തണം. എന്ന് പറയച്ചാ, ഞാൻ പോകണോ? അവൻ അരിഞ്ഞു വീഴ്ത്താനുള്ള ശക്തി ഇനിയും എനിക്കുണ്ട് മോളെ. അയ്യോ, ഇതെന്ത് പറ്റി രണ്ടെണ്ണന്മാർക്കും? കപ്പിൽ
അച്ഛൻ മുങ്ങിപ്പോയോ? കഷ്ടം, മാവ് വരണ്ടിരിക്കും. ഈ ചൂടുവെള്ളം ചെന്നാൽ ശരിയാവും. അപ്പൊ രണ്ടുപേർക്കും ചായ വേണ്ട? ഇതുവരെ നീ എവിടെയായിരുന്നു സുലതിനെ? ഓ, ഇനി ക്രോസ് വിസ്താരം കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും. വാങ്ങിച്ച് കുടിക്കടാ. അണ്ണന് വേണ്ടേ? പിന്നെ എനിക്ക് വേണ്ടേ? അണ്ണാ, നാളെ ഞാനൊരു ഇന്റർവ്യൂവിന് പോകുന്നു. എനിക്ക് ജോലി കിട്ടുമോ? സംശയിക്കണ്ട, ഈ ജോലി നിനക്ക് തന്നെ കിട്ടും. എടീ, നേതാക്കന്മാരുടെ ആളുകൾ ഉണ്ടാവുമ്പോ നീ ഒന്നും ചെന്നിട്ട് തന്നെ കാര്യമില്ല. കണ്ടില്ലോ, ഒരു തടസ്സം പറിച്ചില്ലോ. അല്ലേലും അവൻ അങ്ങനെ സുലഭന് പോയിട്ട് വാ. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ആ ജോലി കിട്ടും. എടേ, ഈ ദൈവം തമ്പുരാനുണ്ടല്ലോ, അയാൾ വലിയ തിരക്കില. നമ്മളെ പോലുള്ളവരുടെ കാര്യം നോക്കാൻ അയാൾക്ക് സമയമില്ല. നിന്റെ മുടിഞ്ഞ നാക്കൊണ്ടൊന്നും പറയാതിരിക്കടാ. നീ പോയിട്ട് വാ. വാ, അപ്പുന്റെ കട വരെ പോയിട്ട് വരാം. അന്നു അണ്ണാ, അമ്മ രാവിലെ തന്നെ അവളുടെ ജോലിക്ക് പറഞ്ഞു. നീ പോടാ, അവൾ അവിടെ ജോലിക്ക് പോട്ട്. വാ വാ വാ. നിന്റെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കായിരുന്നടി. മരിച്ചുപോയ എന്റെ അച്ഛനെ പറയാൻ പറ്റില്ല. ഓ, യോഗ്യനായ ഒരു അച്ഛൻ. ബാക്കി തരാനുള്ള സ്ത്രീധനപ്പണവും 3 പവൻ തരാതെ പറ്റിച്ചവനല്ലേ. ഇന്ന് നീ ഇവിടുന്ന് ഇറങ്ങണം. അച്ഛൻ തന്നതെല്ലാം വിറ്റ് തന്നില്ലേ? അത് ചോദിക്കാൻ നീ ആരാടി? സ്ത്രീധനപ്പണവും സ്വർണ്ണമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവളെ ചെയ്യും. പോയിക്കോ. സ്ത്രീധനം കിട്ടിയിട്ടേ ഇങ്ങോട്ട് വന്നാ മതി. എന്താ അമ്മ എന്ന് ഈ ബഹളം? ഒരു ദിവസം പോലും സ്വയം തരില്ലേ? തെങ്കോന്തൻ, എന്റെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ ഇനി എങ്ങോട്ട് പോകാനാണ്? അച്ഛൻ മരിച്ചെങ്കിലേ അച്ഛന്റെ വഴിക്ക് നീ കൂടെ പോടി. അമ്മേ, എടി, ഇന്ന് ഞാൻ നിന്നെ കൊന്നു കുളിച്ചു മുടുവടി. എന്താ സ്ത്രീധനം തന്നെയാണോ പ്രശ്നം? ഇവള് വാശിയുള്ളവളാണെങ്കിൽ അതുണ്ടാക്കി തന്നെ. ആ, അവളൊരു പഞ്ചഭാവമായി പോയി. എടാ എടാ, അത്തരത്തിലുണ്ടാക്കുന്ന കാശേ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊണ്ടുവരാ. തള്ളേ, വേണ്ടത് പറയാനുണ്ടല്ലോ. അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും. വയസ്സായതൊന്നും ഞാൻ വിചാരിക്കില്ല. സ്ത്രീധനത്തിന്റെ ബാക്കിയും ചൊല്ലി വഴക്കുണ്ടാക്കാൻ നാണമില്ലല്ലോ തള്ളേ. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. വേറൊരുത്തരും ശിവാഴ്ച ആവശ്യമൊന്നുമില്ല. ഒന്നും മിണ്ടാതിരിക്കമ്മേ. നീ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. സ്ത്രീധനത്തിന്റെ ബാക്കി കിട്ടിയിട്ട് വേണം ആ തള്ളയെ കെട്ടിക്കാൻ. പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന കാര്യം ഓർമ്മ വേണം. ഇനിയെങ്കിലും മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കണു. ഓ, ഒന്നിരിക്കുന്ന ഓരോത്താമാരോ. വേണം. ഞാൻ വീണ്ടും വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്റെ ഭാര്യ പ്രേമ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചും കഴിഞ്ഞു. ഇക്കാര്യം ഞാൻ അവളോട് എങ്ങനെ പറയും? നിങ്ങളെ ഒരച്ഛനെ പോലെയാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആവക വർത്തമാനമൊന്നും പറയണ്ട. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് പ്രായ വ്യത്യാസമുണ്ടോ? അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ തീരുമാനിച്ചു, അത് നടത്തും. സമ്മതമില്ലെന്ന് അവൾ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ. അത്രയ്ക്ക് തന്റെ ഇടം ഉണ്ടാവില്ല. ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയണ്ടല്ലോ. അയ്യോ, വേണ്ട വേണ്ട. എങ്കിൽ മകളോട് എന്റെ ആഗ്രഹം പറയും. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാൽ പോരാ, അവൾ എന്റെ കൂടെ ജീവിക്കണം. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും. അത് നടത്താൻ കഴിവുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അമ്മേ, അമ്മയ്ക്ക് അയാളോട് പറഞ്ഞാലെന്താ? സാധിക്കില്ലെന്ന്. അയാളൊരു ദുഷ്ടനാ മോളെ. ആരായാലെന്താ? നമ്മൾ അയാളുടെ ചെലവിലല്ലല്ലോ കഴിയുന്നത്. നാണമില്ലല്ലോ ഞാൻ അയാളുടെ ഭാര്യയാവണമെന്ന് പറയാൻ. മേലാൽ അയാൾ ഇവിടെയെങ്കിലും വന്നാൽ അപ്പോഴേ അറിയാം ഞാൻ ആരാണെന്ന്. മോളെ, അമ്മയ്ക്കെന്താ അയാളെ കാണുമ്പോൾ ഇത്ര ഭയം? ഒന്നുമില്ല. പിന്നെ പറയൂമ്മേ, അമ്മ എന്തിനാ അയാളെ പേടിക്കുന്നത്? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അമ്മയ്ക്ക് അയാളെ പേടിക്കണം മോളെ. അതിന്റെ കാരണം മാത്രം നീ ഇപ്പൊ ചോദിക്കരുത്.